This news is brought to you by സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്. കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി നയിച്ച മധ്യമേഖലാ വികസന മുന്നേറ്റ ജാഥ പ്രൗഢഗംഭീരമായ ചടങ്ങുകളോടെ എറണാകുളം കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ സമാപിച്ചു. 8 ദിവസം നീണ്ടുനിന്ന ജാഥ 4 ജില്ലകളിലായി 33 നിയമസഭാ മണ്ഡലങ്ങളിൽ പര്യടനം പൂർത്തിയാക്കിയാണ് സമാപന നഗരിയിലെത്തിയത്. വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ കെ ശൈലജ ടീച്ചർ MLA, MM മണി, PK ബിജു, PP സുനീർ, ബിനോയ് ജോസഫ്, സാബു ജോർജ്, സുഭാഷ് പുഞ്ചക്കാട്ടിൽ, ഡോക്ടർ വർഗീസ് ജോർജ്, മാത്യൂസ് കോലഞ്ചേരി, KG പ്രജിത്ത്, ഫ്രാൻസിസ് തോമസ്, MA ലത്തീഫ് തുടങ്ങിയ പ്രമുഖ നേതാക്കൾ പ്രസംഗിച്ചു. വൻ ജനപങ്കാളിത്തത്തോടെ നടന്ന ജാഥ വികസന മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചാണ് ജനങ്ങളിലേക്ക് എത്തിയത്. ഇന്നിപ്പം പഴയ പ്രതിപക്ഷ നേതാവ് ചെന്നിത്തല അദ്ദേഹം മാധ്യമങ്ങൾക്ക് ഒരു ബൈറ്റ് കൊടുക്കുന്നുണ്ട്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ശിവൻകുട്ടി തുക്കളോടെ പരിഷ്കാരം നടത്തുക. എനിക്ക് വളരെ അത്ഭുതം തോന്നി. കാരണം UDF-നകത്ത് എന്തെങ്കിലും കാര്യങ്ങൾ അറിഞ്ഞ് സംസാരിക്കുന്ന ഒരാളാണ് ബഹുമാനിയായ ചെന്നിത്തല എന്നാണ് നമ്മൾ കരുതിയത്. അദ്ദേഹത്തിന് കോവിഡ് കാലത്തിന് അബദ്ധപ്പറ്റിയിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. അദ്ദേഹം ഉസ്മാനെ വിളിച്ചു എന്നത് തെറ്റേ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. എന്തായാലും ആറന്മുള നിയമസഭാ മണ്ഡലത്തിലെ ആ സമ്മേളനം ബഹുമാനായ മുഖ്യമന്ത്രി സഹാവ് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത് വിവിധ കേന്ദ്രത്തിൽ കൂടെ കടന്ന് നിയമസഭാ മണ്ഡലത്തിൽ കൂടെ കടന്ന് അത് പത്തനംതിട്ടയും കോട്ടയവും ഇടുക്കിയും എറണാകുളവും പൂർത്തീകരിച്ച് ഇന്നിപ്പോൾ ഇവിടെ സമാപിക്കുകയാണ്. ഓരോ ജില്ലയിലും ഓരോ നിയമസഭാ മണ്ഡലത്തിലും ആയിരക്കണക്കിന് പ്രവർത്തകരാണ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിശ്വാസികളാണ് ഈ ജാഥയെ സ്വീകരിക്കുവാൻ വന്നെത്തിയത്. ഉച്ചയ്ക്ക് കടും വെയിലത്ത് പോലും 12 മണിക്കും 1 മണിക്കും ചെന്ന യോഗങ്ങളുണ്ട്. രാത്രി 9 മണിക്ക് പോലും കഴിഞ്ഞതിന് ശേഷം എത്തിയ മലയോര പ്രദേശമായ ഇടുക്കിയിലും ഞങ്ങൾ ചെന്നെത്തിയ യോഗങ്ങളുണ്ട്. അവിടെ എല്ലാം കാത്ത് ഇരുന്ന ആയിരങ്ങളുടെ ഒരു ജനസാന്നിധ്യമായിരുന്നു ആ യോഗങ്ങളിലെല്ലാം. ഒരു കാര്യം, നാം ശാസ്ത്രീയമായ ഒരു പഠനം നടത്തി നമുക്ക് കണ്ടെത്താനായി സാധിച്ചു. 44,006 കുടുംബങ്ങളാണ് അതിദാരിദ്ര്യരായി കേരളത്തിലുള്ളത് എന്ന്. അവരെ സംരക്ഷിക്കാനായി അവർക്ക് വീട്, താമസം, ഭക്ഷണം, പാർപ്പിടം എല്ലാം ചേർത്ത് കൊടുത്ത് അവരെ നാം സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. കേരളത്തിന്റെ ആരാധനായി മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു 2025 നവംബർ 1 കേരളപ്പിറവി ദിവസത്തിൽ ഈ ഇന്ത്യയിലെ അതിദാരിദ്ര്യത്തെ സംസ്ഥാനമായി നമ്മുടെ സംസ്ഥാനത്തെ മാറ്റുമെന്ന്. അങ്ങനെ പറഞ്ഞ വാക്ക് പാലിക്കാൻ കെൽപ്പുള്ള ഒരൊറ്റ ഗവൺമെന്റ് ഇന്ന് ഇന്ത്യയിലുള്ളൂ. അത് സഖാവ് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഈ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മതേതര മുന്നണി ഗവൺമെന്റ് മാത്രമാണ്. ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ. മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സുവർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി. സ്വർണ്ണ വ്യാപാര രംഗത്ത് 25 വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം. നവീന രീതിയിലുള്ള ഡിസൈനുകൾ, വിപുലമായ ശേഖരം, വിശ്വസ്തത. മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം. സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്.